ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും ഓണത്തിരക്കിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഓണവും എല്ലാ ഫെസ്റ്റിവലും നല്ലതുപോലെ ആഘോഷിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധാപൂർവം ഒന്നും അന്വേഷിക്കാറില്ല, അല്ലേ? ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം, ഒരു അടിവസ്ത്രത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ അടിവസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിന് അനുയോജ്യമായത് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 6 മാസത്തിനും 1 വർഷത്തിനും ഇടയ്ക്ക് നമ്മളുടെ ബ്രസ്റ്റ് സൈസിൻ്റെ അളവെടുത്ത് തന്നെ ബ്രാ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാര്യം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ബാക്ക് വേദന, അതുപോലെ തന്നെ ഷോൾഡർ വേദന മുതലായവയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞങ്ങളിപ്പോൾ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. പണ്ടത്തെ കാലത്ത് ഒരു ജാതി ബ്രാ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കുർത്തയ്ക്കൊന്ന്, സാരിക്കൊന്ന്, ഡ്രസ്സിനൊന്ന്, അങ്ങനെ പലതരത്തിലുള്ള ബ്രാകളും നമ്മൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നൈറ്റ് ടൈം യൂസ് ചെയ്യാനുള്ള ബ്രാകളും ഇപ്പോഴും ഉണ്ട്, സ്പോർട്സ് ബ്രാസും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ ലഭിക്കുന്ന ഒരു ബ്രായാണ് അണ്ടർ വയർഡ് ബ്രാസ്. വയർഡാണ്, ഇതിൻ്റെ അടിഭാഗം വയർഡാണ്. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ഇത് വളരെ കംഫർട്ടബിളാണ്. ഡ്രസ്സ് മുതലായവയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആകുന്ന ഒരു ബ്രായാണ് ഇത്. അതുപോലെ തന്നെ നമ്മൾ കുർത്ത ടോപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സീംലെസ് ആയിട്ട്, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഒന്നും നിൽക്കാതെ നല്ല സ്മൂത്ത് ഫിനിഷ് തരുന്ന ഒരു ബ്രായാണ് ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ ഇത് വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്, ഏത് വെതറിനും. അതുപോലെ തന്നെ നമ്മൾ ചലിക്കുന്നതനുസരിച്ച് ഇതിന് മൂവ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് ബാക്ക് പെയിനോ ഷോൾഡർ പെയിനോ ഉണ്ടാവുന്നതല്ല. നമ്മുടെ കാലാവസ്ഥയ്ക്ക് കൂടുതലും അനുയോജ്യമായത് കോട്ടൺ ബ്രായാണ്. നമ്മൾ പല വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള ബ്രാ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു, അല്ലയോ? ഈ ബ്രാ എന്ന് പറയുന്നത് സാരി ബ്രാസാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിൻ്റെ സ്റ്റിച്ചിങ് വേറെയാണ്. ഇത് വേറൊരു ഷേപ്പാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ സാരിക്കുള്ളത് സാരി ബ്രാസ് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇത് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബ്രായാണ്. ഇത് നല്ല കംഫർട്ടബിളും ഫുൾ സപ്പോർട്ടും തരുന്ന ഒരു ബ്രായാണ്, ആണല്ലോ ഇത്. പിന്നെ ഉള്ളത് നേരത്തെ കാണിച്ചതുപോലെ ഉള്ള വേറൊരു ബ്രായാണ് ഇത് നല്ല സോഫ്റ്റാണ്, വളരെ തിൻ മെറ്റീരിയലാണ്. പക്ഷെ നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ തരികയും ഇതിൻ്റെ സ്ട്രാപ്പ് ഈ പറഞ്ഞതുപോലെ നല്ല ഫ്ലെക്സിബിളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കും നല്ല ഫ്ലെക്സിബിളാണ്, കണ്ടോ? അപ്പോൾ ബാക്ക് പെയിനും ഷോൾഡർ പെയിനും ഒന്നും നമുക്ക് ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് ഒരു ഏജ് കഴിയുന്നത് ഒരു 45 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ബ്രാ എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ടബിൾ നോക്കിയാണ് കേട്ടോ. അല്ലാതെ നമുക്ക് എല്ലാ ഡ്രസ്സുകൾക്കും നമ്മൾ സാരി ബ്രാ തന്നെ ഉപയോഗിക്കരുത്. ഏത് ഡ്രസ്സാണോ ഉപയോഗിക്കുന്നത് അതിന് അനുയോജ്യമായ ബ്രാ തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പാൻറ്റീസ് എന്ന് പറയുന്നത് ചില ടൈമിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് മാച്ചിങ് പാൻറ്റീസ് കിട്ടാവുന്നതും വാങ്ങിക്കാവുന്നതുമാണ്. ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ഒരു ബ്രായുടെ മാച്ചിങ് ആണ് ഇത്. അപ്പം നമുക്ക് മാച്ചിങ് ബ്രാസ് നമുക്ക് അവൈലബിൾ ആണ് ഷോപ്സിൽ. ഞാൻ കൂടുതലും വാങ്ങുന്നത് മാർക്കറ്റ് സ്പെൻസർ എന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ ബ്രായും പാൻറ്റീസും വാങ്ങിക്കുന്നത്. നമുക്ക് കംഫർട്ടബിളായ ഡ്രസ്സിനോടൊപ്പം കംഫർട്ടബിളായ ബ്രാ തന്നെ എടുക്കണം. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ ആദ്യമായിട്ട് ബ്രാ ധരിക്കുമ്പോഴും നമ്മൾ അളന്ന് തന്നെ ബ്രാ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രദ്ധാപൂർവം തന്നെ ബ്രാ തിരഞ്ഞെടുക്കുക. നമുക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് മാത്രം നമ്മൾ ധരിക്കുക, മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ധരിക്കാതിരിക്കുക.